ശ്രീ മുകേഷിന്റെ മുൻ ഭാര്യ സരിത, നമുക്കൊക്കെ അറിയാവുന്ന അഭിനേത്രി, അവരൊരു ദിവസം ഈ പറയുന്ന ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയായിരുന്ന വീണ ജോർജിനോട് അന്ന് പറഞ്ഞൊരു കാര്യം, ഒരു ദിവസം അവർ കരയുമ്പോൾ നിങ്ങൾ നടിയാണല്ലോ എന്ന് അടക്കം പരിഹസിച്ചിട്ടുണ്ടെന്നാണ്, അവരെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ്. ശരി, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതൊരു വശത്ത്, അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമാകുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത് CPM പ്രധാനപ്പെട്ട ഒരു നേതാവ്, CPIയുടെ പ്രധാനപ്പെട്ട നേതാവ് ബൃന്ദ കാരാട്ടും ആനി രാജയും ആവർത്തിച്ചു പറയുന്ന നിലപാട് എന്ന് പറയുന്നത് CPMന് അങ്ങനെ നിങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്കും ആകാമല്ലോ എന്ന പ്രിവിലേജ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ പ്രിവിലേജ്, അങ്ങനെ ആ ഒരു ബൈനറിയിൽ ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ആ തോന്നൽ ഇവിടെ ഉണ്ടാകാതെ പോകുന്നത്? LDF കൺവീനറാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കോൺഗ്രസ് MLA രാജിവെച്ചില്ലല്ലോ, ഞങ്ങൾക്ക് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന്. മധു, എൻ്റെ ടാഗ് ഇടത് സഹയാത്രി എന്നായതുകൊണ്ട് തന്നെ ഏറ്റവും എന്താ പറയുക പോയിന്റഡ് ആയിട്ടുള്ള കാര്യം ആദ്യം പറയട്ടെ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ഹീറ്റഡ് ആയി ഡിസ്കസ് ചെയ്യപ്പെടുന്ന മുകേഷിന്റെ രാജി എന്നുള്ള കാര്യത്തിൽ വൈകുന്ന ഓരോ നിമിഷവും കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഷോർട്ട് ടേമിലും ലോങ് ടേമിലും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുക എന്നുള്ളതും മുൻപുള്ള കോൺഗ്രസിന്റെ മാതൃകകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു കാരണവശാലും അദ്ദേഹത്തെ എന്താ പറയുക സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്നും വളരെ കൃത്യമായി പലതവണ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അത് തന്നെ ഇപ്പവും പറയുന്നു, ആ കാര്യം പറഞ്ഞുവല്ലോ. ഇനി നിങ്ങൾ മാധുവിന്റെ ചോദ്യത്തിന്റെ ആംഗിളിനോടോ ഇതിന്റെ തൊട്ട് മുന്നേ സംസാരിച്ച രണ്ടുപേരുടെ പെർസ്പെക്റ്റീവിനോടോ എനിക്ക് യോജിപ്പില്ല എന്ന് പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ആനി രാജ പറഞ്ഞ കാര്യം മുകേഷ് രാജിവെക്കണം എന്നാണ്. സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞത് CPIക്ക് ഒരു നിലപാടേ ഉള്ളൂ, കേന്ദ്രത്തിൽ ഒരു നിലപാട്, ഇവിടെ വേറൊരു നിലപാട് എന്നില്ല, CPIക്ക് ഒരു നിലപാടേ ഉള്ളൂ എന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ കാര്യങ്ങളിൽ അവസാന വാക്ക് ഞാനാണ് പറയാ, സെക്രട്ടറിയാണ് പറയാ. പക്ഷെ CPI അതിൻ്റെ അകത്ത് അവസാന വാക്ക് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുള്ളത് CPIയും CPMും തമ്മിൽ ഈ കാര്യത്തിൽ തർക്കമില്ല എന്നാണ്. ബൃന്ദ കാരാട്ട് എവിടെയെങ്കിലും പറഞ്ഞതല്ല, CPIMന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ആർട്ടിക്കിൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ അത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തില്ലല്ലോ, ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്നുള്ള ന്യായം പറയരുത് എന്നുള്ളത് CPIMന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അത് CPIMന്റെ നിലപാട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നിമിഷം വരെയും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് CPIMന്റെ ഒരു ഉത്തരവാദപ്പെട്ട നേതാവിൽ നിന്നും വന്നിട്ടില്ല. ബിനോയ് വിശ്വം കൗൺസിലൊക്കെ ചേർന്നതിന് മുൻപ് അദ്ദേഹം വ്യക്തിപരമായി മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞത് LDF കൺവീനർ ഏത് വാക്കുകൾ ഉപയോഗിച്ചോ അതേ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, കോൺഗ്രസിന്റെ MLA നേരത്തെ ഈ പറയുന്ന ആരോപണം കേട്ടപ്പോൾ രാജിവെച്ചില്ല, ഇവിടെയും തിടുക്കം ആവശ്യമില്ല, കാത്തിരിക്കാം എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തിപരമായി സ്വീകരിച്ചത്. അപ്പോൾ മാത്രമല്ല ഇതിൽ അദ്ദേഹം പറയുന്നത് CPIക്ക് അവിടെ ഒരു അഭിപ്രായമുണ്ട്, ഇവിടെ ഒരു അഭിപ്രായം എന്നുള്ളതില്ല, പക്ഷേ CPIക്ക് അവിടെ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരാൾ പറഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അത് അവിടെയും ഇവിടെയും ആരും പറയേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. അല്ല, അത് നിങ്ങൾ അങ്ങ് അസെർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, ഞാൻ കേട്ടത് അങ്ങനെയല്ല. CPIയുടെ അഖിലേന്ത്യാ നേതാവാണ് ആനി രാജ. CPIക്ക് കേന്ദ്രത്തിൽ ഒരു നിലപാടും ഇവിടെ ഒരു നിലപാടും എന്നല്ല. ഈ വിഷയത്തിൽ CPIക്ക് ഒരു ഇടതുപക്ഷ നിലപാടും CPMന് വേറൊന്നും എന്നുമല്ല. അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന് ഒരു പ്രഖ്യാപനവും ഒരു തീരുമാനവും വന്നിട്ടില്ല. അതിൽ ഡിലേ വരുന്നുണ്ട്. ഡിലേ വരുന്നതിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആങ്ഷ്യസ് ആണ്. പക്ഷെ എൻ്റെ ആങ്സൈറ്റി എന്നുള്ളത് ഈ ഇനീഷ്യേറ്റീവ് മുഴുവൻ, നിങ്ങൾ പൃഥ്വിരാജിന്റെ കമന്റിനെ ചെറുതായി എന്താ പറയുക ട്രോളിക്കൊണ്ട് പറഞ്ഞല്ലോ, പൃഥ്വിരാജ് പറഞ്ഞതടക്കം ഇന്ത്യയിലെ സിനിമാ ഹിസ്റ്ററിയിലെ ആദ്യത്തെ സംഭവമാണിത്. അതാ ബംഗാളി നടിയും ഇന്ന് റിപ്പോർട്ടർ ചാനലിനോടാണ് സംസാരിച്ച പഴയ നമ്മളെ വൈശാലിയെ നായികയും പറയുന്നുണ്ടായിരുന്നു. എല്ലാ ഇൻഡസ്ട്രിയിലും, സിനിമയുടെ എല്ലാ ഭാഷയിലും ഇതേ സംഗതികൾ ഉണ്ട്. പക്ഷെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഇത് മലയാള സിനിമയ്ക്കും മലയാളിക്കും നാണക്കേടുണ്ടാക്കി എന്നുള്ള വാദത്തിനോടും എനിക്ക് ഒരു കാരണവശാലും യോജിപ്പില്ല. നാണക്കേടുണ്ടാക്കി എന്നുള്ളതല്ല, പക്ഷേ നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സിനിമാ മേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ടോളിവുഡിലാണെങ്കിലും എവിടെയാണ് എങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു താരതമ്യവുമില്ലാത്തൊരു ക്രൈമാണ് അല്ലേ ഡോക്ടർ പ്രേംകുമാർ? അത് അതിജീവിതയായ നടി ഒരു വാഹനത്തിൽ പെരുവഴിയിൽ നേരിടേണ്ടി വന്ന കടുത്ത പീഡനം ആ സാഹചര്യത്തിലാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയമായ ഇച്ഛാശക്തി പ്രകടനവും ഈ പറയുന്ന ചരിത്രം രേഖപ്പെടുത്തുമെന്ന് പറയുന്ന ആത്മവിശ്വാസവും ഒക്കെ അത് മറന്നുകൊണ്ടാണ് എന്നിടത്താണ്. അല്ലാതെ ഇവരാരും ഇറങ്ങിപ്പോയി അയ്യോ ഞങ്ങളുടെ സിനിമയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പഠിച്ചേക്കണേ എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റീവ് എടുത്തതല്ല.
എക്സ്ട്രീംലി സോറി, അങ്ങനെയല്ല മാധു. മുമ്പും സിനിമയിലും കേരളത്തിലും സ്ത്രീകൾ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അട്രോസിറ്റീസിന് വിധേയരായിട്ടുണ്ട്. പക്ഷേ ആ കേസിൽ 2017 നടന്ന ആ കേസിൽ ആ നടി സധൈര്യം ചെറുത്തു നിന്നു, നോ പറഞ്ഞു. അവളുടെ കൂടെ WCC എന്ന് പറഞ്ഞൊരു കൂട്ടവും കേരളത്തിലെ പൊതുസമൂഹവും മാധ്യമങ്ങളും കേരളം ഭരിച്ചിരുന്ന, ഇപ്പോഴും കേരളം ഭരിക്കുന്ന LDF സർക്കാരും അന്നത്തെയും ഇന്നത്തെയും മുഖ്യമന്ത്രിയായ പിണറായി വിജയനും കട്ടയ്ക്ക് നിന്നു എന്നിടത്ത് നിന്നാണ് ഈ കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഈ റിപ്പോർട്ട് ഉണ്ടാവുന്നത്, ദിലീപ് ജയിലിൽ കിടക്കുന്നത്. ഇതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ചേഞ്ചസ് തന്നെയാണ്. പക്ഷെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമുണ്ടായ ഡിലേ എന്നുള്ളത് അത് ശ്രദ്ധക്കുറവാണ്, ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെ വിമർശന ബുദ്ധിയോടെ ഇടതുപക്ഷത്തിന്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് ഏക പ്രതീക്ഷ ഇടതുപക്ഷമാണെന്ന് ഉറച്ച ബോധ്യത്തിൽ തെളിച്ചു തന്നെ പറയുന്ന ആളാണ് ഞാൻ. നിങ്ങളുടെ ആംഗിളിനോട് യോജിക്കാൻ പറ്റില്ല. ഇടതുപക്ഷ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ ഈ കാര്യത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ആ മെല്ലെപ്പോക്കിൽ വിയോജിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന നെഗറ്റീവ് സാധനത്തിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. മാത്രമല്ല, കോൺഗ്രസിന് ഇതിനകത്തുള്ള താല്പര്യം എന്നുള്ളത് ഒരു ശതമാനം പോലും സത്യസന്ധത ഇല്ലാത്തതാണ്. കാരണം ഇതിനേക്കാൾ ഗ്രേവ് ആയിട്ടുള്ള കേസുകളിൽ എന്താ പറയാ, ആ കുറ്റാരോപിതരായിട്ടുള്ള 2 MLA-മാരെ സഭയിൽ ഇരുത്തിയിട്ടാണ് ഇപ്പുറത്തെ മുകേഷിനെ ചോദിക്കാം. നമ്മുടെ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഒന്ന് നടന്നത്, അതായത് ഇങ്ങനെ ഒരു അന്വേഷണ കമ്മിറ്റി വെച്ചതും അതിന്റെ തീരുമാനങ്ങൾ പഠിക്കാൻ ശ്രമിച്ചതും ആ റിപ്പോർട്ട് പുറത്തു വരികയും അതിൽ കൃത്യമായ നടപടി എടുക്കുന്നു എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് ഒരു സർക്കാരും, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, എന്റെ നിലപാട് അതാണ്. അങ്ങേക്ക് വിമർശിക്കാനും പല നിലപാടുകൾ പറയാനുമാണല്ലോ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അങ്ങേക്ക് വിമർശിക്കാം. പക്ഷേ ഈ പറയുന്നതൊന്നും സ്വതസിദ്ധമായ ഒരു കാര്യമായിട്ട് സംഭവിച്ചല്ല, സ്വാഭാവികമായിട്ട് സംഭവിച്ചല്ല. അതിനൊക്കെ പിന്നിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ വലിയ വേദന, അത് നമ്മുടെ സമൂഹം കണ്ടു നിൽക്കേണ്ടി വന്നു. നമ്മുടെ സമൂഹത്തിൽ അത്ര വലിയ നിയമരാഹിത്യം ഉണ്ടായി, ഇവിടെ ഇത് ചെയ്യാൻ ധൈര്യമുള്ള ക്രിമിനലുകൾ ഉണ്ടായി. നമ്മുടെ സിനിമാ മേഖലയ്ക്കോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, എന്നും തള്ളി പറയേണ്ടി വരുന്ന, എന്നും നാണക്കേട് കൊണ്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നാണ് ഇതെല്ലാം തുടരുന്നത്. ഒരു സിനിമാക്കാരനും പോയി ഇവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത കമ്മിറ്റിയല്ല എന്നുള്ളത് പ്രധാനമാണ്. കുറച്ച് സ്ത്രീകളുടെ പോരാട്ടം തന്നെയാണ് അത്. ഒരു സർക്കാരും സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കമ്മിറ്റിയുമല്ല, കൃത്യമായ പരാതിയുടെ പേരിലാണ്. ഓക്കെ, മാധു, നിങ്ങൾ പറയുന്നത് ശരിയല്ല. WCC-യുടെ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം കൊടുത്തതിന്റെ പിറകെയാണ് ഈ കമ്മിറ്റി ഉണ്ടാക്കാൻ. ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. ആ കാര്യത്തിൽ ശ്രീ പ്രേംകുമാർ, നമ്മൾ തമ്മിൽ തർക്കമില്ല. ആ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല, അഡ്വക്കേറ്റ് പ്രേംകുമാർ. അതിൽ നമ്മൾ രണ്ടുപേരും ഒരൊറ്റ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ WCC-യുടെ അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണാനിടയായ കാര്യം നമ്മുടെ നടിയെ ഏൽക്കേണ്ടി വന്ന വലിയ ക്രൈമിന്റെ പേരിലാണ് എന്ന കാര്യം മറന്നുകൊണ്ട് പോകരുത് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു ക്രൈം ഇവിടെ അരങ്ങേറി എന്നുള്ളത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇതെല്ലാം എന്ന്. ശരി.